നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ല മനോഹരമായ ഒരു ബന്ധം, അല്ലേ? അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെയൊരു ബന്ധം സന്തോഷം നിറഞ്ഞതാണെങ്കിൽ പിന്നെ ജീവിതം തന്നെ ഒരു ആഘോഷം പോലെ തോന്നും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ 100% കൊടുത്തിട്ടും നിങ്ങളുടെ പങ്കാളി അത് മുതലെടുക്കുകയും നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിലോ? ആ മനോഹരമായ ബന്ധം പതിയെ പതിയെ മുള്ളുകൾ നിറഞ്ഞതായി മാറും. ഓരോ ദിവസവും ഓരോ മുള്ളു കൊള്ളുന്ന പോലൊരു വേദന. ഇത് പതിയെ പതിയെ ഉത്കണ്ഠയിലേക്കും സമ്മർദ്ദത്തിലേക്കും ചിലപ്പോൾ വിഷാദത്തിലേക്ക് കൂടെ നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. സത്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു അനുഭവം അർഹിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ നല്ല മനസ്സിനെ ആരെങ്കിലും മുതലെടുക്കുന്നുണ്ടോ എന്ന് ചില ലക്ഷണങ്ങളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ബന്ധം ഇങ്ങനെ തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾ മാത്രമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ഈ വിശകലനം ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചേക്കും. ഒരു ബന്ധത്തില് പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ അത് പലപ്പോഴും ആദ്യം കാണുന്നത് സംസാരത്തിലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആശയവിനിമയത്തിലെ ആ തകർച്ചയുടെ ആദ്യ സൂചനകൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എപ്പോഴും ഒരു സംഭാഷണം തുടങ്ങാൻ നിങ്ങൾ തന്നെയാണോ മുൻകൈയെടുക്കുന്നത്? ആശയവിനിമയം എന്നത് ഒരു ബന്ധത്തിന്റെ അടിത്തറയാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് താൽപ്പര്യമില്ലാത്തതുപോലെയോ നിങ്ങളെ അവഗണിക്കുന്നതുപോലെയോ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ വൈകാരികമായ ഒരു വലിയ അകലം വരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഇനി ഇതിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ളത് അത് സത്യസന്ധമായിട്ട് തുറന്നു പറയാൻ നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വലിയ വഴക്കിൽ കലാശിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ശബ്ദം ഉള്ളിൽ തന്നെ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന് സ്ഥാനമില്ല എന്നാണ് അതിനർത്ഥം. അടുത്തത് ഒരു ബന്ധത്തിലെ വൈകാരികമായ ബാലൻസ് തെറ്റുന്നതിനെക്കുറിച്ചാണ്. അതായത് ഒരാളുടെ വികാരങ്ങൾക്കും ആവശ്യങ്ങൾക്കും മാത്രം വില കിട്ടുന്ന ഒരവസ്ഥ. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, വാക്കിംഗ് ഓൺ എഗ് ഷെൽസ് എന്ന്. അതായത് മുട്ടത്തോടിൽ കൂടി നടക്കുന്നത് പോലെ എപ്പോ വേണമെങ്കിലും പൊട്ടാം, എപ്പോഴും പേടിച്ച് വളരെ ശ്രദ്ധിച്ച് അടുത്ത നിമിഷം അവരുടെ മൂഡ് എങ്ങനെ മാറുമെന്ന് ഭയന്ന് ജീവിക്കുന്നൊരവസ്ഥ. ഇങ്ങനൊരവസ്ഥയിലാണോ നിങ്ങൾ? എങ്കിൽ ആ ബന്ധം നിങ്ങളെ എത്രമാത്രം സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ ഈ വൈകാരിക അസന്തുലിതാവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ അത് നിങ്ങൾ പറയുമ്പോഴേക്കും ഓ ഇതൊക്കെ ഓവറാണ് എന്ന മട്ടിൽ തള്ളിക്കളയും. പക്ഷെ അവരുടെ കാര്യങ്ങളോ അതിനാണ് എപ്പോഴും മുൻഗണന. ഇത് നിങ്ങളുടെ ഇഷ്ടങ്ങളോടുള്ള ഒരു വിലയില്ലായ്മയും സഹാനുഭൂതിയുടെ കുറവുമാണ് കാണിക്കുന്നത്. സാധാരണഗതിയില് നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു എനർജിയൊക്കെ കിട്ടേണ്ടതാണല്ലേ? പക്ഷേ ഇതിനു പകരം നിങ്ങൾക്ക് വല്ലാത്തൊരു ക്ഷീണവും ടെൻഷനും ഒക്കെയാണ് തോന്നുന്നതെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ല, പകരം നിങ്ങളെ കാർന്നു തിന്നുകയാണ് എന്ന് മനസ്സിലാക്കണം. ഒരു വഴക്കുണ്ടാകുമ്പോ ആരാണ് എപ്പോഴും സോറി പറയുന്നത്? തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ലെങ്കിൽ പോലും ആ വിഷയം അവിടെ തീർക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ക്ഷമ ചോദിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ സമാധാനത്തേക്കാൾ വലുത് നിങ്ങളുടെ പങ്കാളിയുടെ ഈഗോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. സംസാരത്തിൽ മാത്രമല്ല, ചില പെരുമാറ്റങ്ങളിലും നമുക്ക് അപകട സൂചനകൾ കാണാൻ കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ അതിരുകളുണ്ട്. അത് പണത്തിന്റെ കാര്യത്തിലാവാം, നമ്മുടെ സമയത്തിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളുടെ കാര്യത്തിലാവാം. നിങ്ങളുടെ അതിരുകൾക്ക് അവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പക്ഷേ അവരുടെ അതിരുകൾ മാത്രം എപ്പോഴും ബഹുമാനിക്കപ്പെടണം എന്നാണോ അവസ്ഥ? എങ്കിൽ അവിടെ ബഹുമാനക്കുറവുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഇത് കൂടാതെ വേറെയും ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ ചെറുതാക്കി കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരെയോ വീട്ടുകാരെയോ കാണാൻ പോകുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു നന്ദിവാക്ക് പോലും പറയാതിരിക്കുക. ഏറ്റവും പ്രധാനം, അവരുടെ ഈ മോശം പെരുമാറ്റത്തിനൊക്കെ മറ്റുള്ളവരുടെ മുന്നിലെ ന്യായീകരണം പറയുന്നത് നിങ്ങളായിരിക്കും. ഇതൊക്കെ വലിയ അപകട സൂചനകളാണ്. ഈ ഒരു ബന്ധത്തിലെ നിരന്തരമായ ടെൻഷൻ കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുപോയോ? നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം തന്നിരുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചോ? അങ്ങനെയെങ്കിൽ ആ ബന്ധം നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം മോശമായി ബാധിക്കുന്നുണ്ടെന്ന് ഓർക്കണം. ശരി, ഇത്രയും ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്തിനാണ് ഈ തിരിച്ചറിവ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ പ്രശ്നങ്ങളെ നമ്മൾ തിരിച്ചറിയുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സംരക്ഷണം. അതാണ് നമ്മുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്.
കാരണം ഈ ലക്ഷണങ്ങളെയൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ വിഷം കയറ്റുന്നതിന് തുല്യമാണ്. തുടക്കത്തിൽ നമ്മളത് അറിയുക പോലുമില്ല. പക്ഷെ പതിയെ അത് നമ്മുടെ സമാധാനവും സന്തോഷവുമെല്ലാം ഇല്ലാതാക്കും. അപ്പോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ്? തീർച്ചയായും അതിനൊരു പരിഹാരം കാണണം. എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് നോക്കാം. വളരെ സിമ്പിളായ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. 1. ഒഴികഴിവുകൾ പറയുന്നത് നിർത്തുക. എന്താണോ സംഭവിക്കുന്നത് അതിനെ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. 2. സംസാരിക്കാനൊരു ശ്രമം നടത്തുക. നിങ്ങളുടെ വിഷമങ്ങൾ അവരോട് തുറന്നു പറയുക. അവരുടെ പ്രതികരണം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് പല ഉത്തരങ്ങളും തരും. 3. ഏറ്റവും പ്രധാനപ്പെട്ടതും, നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും മുൻഗണന നൽകുക. ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. അത് മറ്റാരുടെയും ഉത്തരവാദിത്തമല്ല. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങൾക്കായി മാത്രം സംരക്ഷിക്കാൻ പോകുന്ന ഒരു അതിർത്തി എന്തായിരിക്കും? അത് ചിലപ്പോ നിങ്ങളുടെ കുറച്ച് സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടമായിരിക്കാം. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. കാരണം നിങ്ങളുടെ സന്തോഷം അത്രയേറെ വിലപ്പെട്ടതാണ്.